ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ്. പ്രത്യേകിച്ചും ടൗൺ ഏരിയയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഒരു ഭൂപ്രദേശത്ത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് 140-ലധികം, ഏതാണ്ട് 150-ൽ മിച്ചം വരും. ഇത് തോട്ടം ഭൂമിയാണ്. പ്രത്യേകിച്ചും പരമ്പരാഗതമായിട്ട് MMJയുടെ കീഴിൽ, MMJയുടെ ഉടമസ്ഥതയിൽ ഇവിടെ തേയില കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭൂമിയാണ്. ഈ ഭൂമി നിലവിൽ ഭൂമാഫിയ, പ്രത്യേകിച്ചും റിസോർട്ട് മാഫിയ കയ്യേറി ഇവിടെ വൻതോതിലുള്ള വലിയ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. എടുത്തു പറയേണ്ട കാര്യം, വാഗമണ്ണ് പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു പെട്രോൾ പമ്പിന് പോലും അനുമതി നൽകാത്ത സാഹചര്യമുണ്ട് സംസ്ഥാന സർക്കാർ. ഏത് ഗവൺമെൻറ് മാറി വന്നാലും ഒരു പെട്രോൾ പമ്പിന് പോലും അനുമതി നൽകാത്ത സാഹചര്യമുണ്ട്. അതിന് കാരണം വാഗമണ്ണിൻ്റെ ഭൂപ്രകൃതി, പ്രത്യേകിച്ച് ഇത് തോട്ടം ഭൂമിയാണ്. തോട്ടം ഭൂമി വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഏറ്റെടുക്കുമ്പോഴോ പാലിക്കേണ്ടുന്ന സർക്കാർ നിയമപരമായിട്ടുള്ള ഉത്തരവുകളുണ്ട്. ഈ ഉത്തരവുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ വൻതോതിലുള്ള കയ്യേറ്റം, പ്രത്യേകിച്ച് വൻതോതിൽ ഭൂമി തുരന്നെടുത്ത് പാറ ഖനനം ചെയ്ത് ലക്ഷക്കണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുത്ത് മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധ പ്രവൃത്തിയാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാലങ്ങളായി വാഗമണിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന കയ്യേറ്റങ്ങളുടെ ഒരു ആകത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന ഈ ഒരു ഖനനത്തെ, ഏതാണ്ട് 100-ലധികം ഭൂമി, 142-ലധികം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഒരു സ്വകാര്യ വ്യക്തി ഏറ്റെടുത്ത് വിവിധ ആളുകൾക്ക് അത് മറച്ചു വിറ്റതായിട്ടാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇവിടെ ഒരു റിസോർട്ട് മാഫിയ പിടിമുറുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ അധികാരികളോട് ഞങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അറിയാൻ സാധിച്ചത്, ഈ പ്രദേശത്ത് നിരവധി റിസോർട്ടുകൾ, കൂടാതെ ഇപ്പോൾ ഈ മണ്ണെടുത്തിരിക്കുന്ന ഈ ഖനനം ചെയ്തു പോകുന്ന ഈ പ്രദേശത്ത് വലിയ തടയണ നിർമ്മിച്ച് ബോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കണം അല്ലെങ്കിൽ ഏർപ്പാട് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു നിയമവിരുദ്ധ പ്രവൃത്തി ഇവിടെ ചെയ്തിട്ട് ഇവിടെയുള്ള അധികൃതർ, പ്രത്യേകിച്ചും ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഇതിനെ മൗനം പാലിച്ചിരിക്കുന്നതായിട്ടും കണ്ണടച്ച് ഈ സംഭവം കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട കളക്ടർ, ഇതിനു മുമ്പിരുന്ന കളക്ടർ വാസുകി മേഡം അടക്കമുള്ളവർ വാഗമണിലുള്ള വിവിധ കയ്യേറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതുപോലെ തന്നെ നടപടികൾക്ക് അത് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പും കോട്ടയം ജില്ലയിലെ കളക്ടർമാർ പല ആളുകളും പല പരാതികളും ചെന്ന സമയത്തും പല അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ ഇടപെടലിലൂടെ ഇത് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഏറ്റവും ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം, വാഗമണിൽ ഇത്രയേറെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഈ ഭൂമി ഇത്രയും തുരന്നെടുക്കുന്ന ഒരു സാഹചര്യം ഇതിനെ ഏറെ ഭയപ്പാടോടുകൂടി മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. മാറി വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് അധികാരമേറ്റിരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇതിനെതിരെ നിയമ നടപടി അല്ലെങ്കിൽ നടപടി എടുക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇവിടെയുള്ള സർക്കാർ സംവിധാനം, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്തുകളിൽ അതുപോലെ തന്നെ സർക്കാർ വിവിധ റവന്യൂ ഓഫീസുകളിലുള്ള നിരവധി ആളുകൾ, ഉദ്യോഗസ്ഥർ ഈ സംഭവത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. ഇവർക്കെതിരെയും കൂടി ശക്തമായിട്ടുള്ള നിയമ നടപടി ആവശ്യമാണ്. പൊതുജനങ്ങൾ ബോധവാന്മാരാകുന്ന തലത്തിൽ തീർച്ചയായിട്ടും ഈ വിഷയം മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ, സാമൂഹിക, പാരിസ്ഥിതിക പ്രവർത്തകർ ഈ വിഷയം തീർച്ചയായിട്ടും ഏറ്റെടുക്കണം. അത്രയേറെ ഗുരുതരമായ സാഹചര്യമാണ്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന 100 കണക്കിന് ഏക്കർ ഭൂമിയിലാണ് മണ്ണെടുത്തിരിക്കുന്നത്. ആ മണ്ണെടുത്തിരിക്കുന്നതും പാറ പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭയപ്പെടുന്ന രീതിയിൽ അത്രയേറെ ഈ ഭൂമി ഗുരുതരമാക്കപ്പെട്ട സ്ഥിതിയിലാണ്. ഒരു പരിധിവരെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, ഒരു പരിധിവരെയല്ല, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തന്നെയാണ് ഇവിടം. തോട്ടം ഭൂമി വിൽക്കുമ്പോഴും അതുപോലെ തന്നെ മറിച്ച് വിൽക്കുമ്പോഴും അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തികൾ എത്രത്തോളം വേണം അല്ലെങ്കിൽ എത്രത്തോളം ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നിയമപരമായിട്ടുള്ള ഒരുപാട്
സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതെല്ലാം പാടെ അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്രയേറെ വലിയ ഖനനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ തീർച്ചയായിട്ടും പങ്കുവെക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ വാർത്തയോടൊപ്പം തന്നെ കൊടുക്കും. ഇതിന് മുമ്പ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് തന്നെ ഇവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നു, അല്ലെങ്കിൽ കയ്യേറ്റം വ്യാപകമാണ് എന്നുള്ള വാർത്ത ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ നിയമപരമായിട്ട് സമീപിക്കുകയും ചെയ്തു. ആ സമയത്താണ് പിന്നീട് സംസ്ഥാന സർക്കാർ മാറുകയും അതുപോലെ തന്നെ പല ഉദ്യോഗസ്ഥർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. പക്ഷേ ആ മാറ്റങ്ങൾ ഉണ്ടായ സമയത്ത് പോലും ഇതിന് മുടക്കം വന്നില്ല. കൃത്യമായിട്ട് ഇത് വിൽക്കുകയും അതുപോലെ തന്നെ ഒന്നാകെ ഒരു വലിയ 100 കണക്കിന് ഏക്കർ ഭൂമി മണ്ണെടുത്തും പാറ പൊട്ടിച്ചും നിലവിൽ നീക്കിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ വരാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാലവർഷം ആരംഭിക്കുകയാണ്. വാഗമണ്ണ് പോലുള്ള സ്ഥലത്ത് വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, ഇതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും ഓരോരോ കാലവർഷ സാഹചര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ തന്നെ മുന്നറിയിപ്പ് നൽകാറുണ്ട്, ആളുകളെ മാറ്റാറുണ്ട്. പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത തലത്തിലാണ് നിലവിൽ ഇവിടെയുള്ള ഈ ഭീമമായിട്ടുള്ള കയ്യേറ്റം. ഇതിനടുത്തായിട്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന, ഇപ്പോൾ ഈ മണ്ണെടുത്തിരിക്കുന്ന ഈ പ്രദേശത്ത് നേരത്തെ തോട്ടം ഭൂമിയായിരുന്ന സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ വരെ ഭീതിയിലാണ്. ആരോട് പരാതിപ്പെടണം, എങ്ങനെ ഈ വിഷയത്തെ നേരിടണമെന്ന് ഇപ്പോഴും ഇവർക്ക് യാതൊരു അറിവുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ ഇവിടെയുള്ള പ്രദേശവാസികൾ അറിയിക്കുകയും ഞങ്ങൾ ഇവിടെ വരികയും ചെയ്തത്. തീർച്ചയായിട്ടും ഈ വിഷയമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ആവശ്യമായിട്ടുള്ള രേഖകളും തെളിവുകളും എടുക്കുകയും ഇത് സംസ്ഥാന സർക്കാരിനെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും. ആവശ്യമായിട്ടുള്ള നിയമ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്യും.